നമ്മുടെ എവിന്റെയും കെവിന്റെയും വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാം ഭയങ്കര പഴയതാണ്. പഴയ രണ്ട് മനുഷ്യരുണ്ട് കേട്ടോ, അപ്പൻ അമ്മ. ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ചെടികളൊക്കെയാണ്. അപ്പൊ ഇത് ആരാണ് ഈ പരിപാലിച്ചൊക്കെ കൊണ്ട് നടക്കുന്നത്? അപ്പൻ പറഞ്ഞു പറയിപ്പിച്ചതാണോ? അല്ല, മൊമെന്റും കാര്യങ്ങളും ഒക്കെ എവിന്റെയും കെവിന്റെയും മാത്രമേ ഉള്ളൂ, ചേച്ചിമാരുടെ ഒന്നുമില്ല. ഉണ്ടായിരുന്നു, അതെല്ലാം തട്ടിയെടുത്ത് മാറ്റി. തിളക്കമില്ലാത്തോണ്ട് തിളക്കവും വലിപ്പവും ഇല്ലാത്തത് കൊണ്ട് മാറ്റിയിട്ട് ഇപ്പൊ ആകെ രണ്ടെണ്ണം, എന്റെ ഒരെണ്ണം അവളുടെ ഒരെണ്ണം. ഓ, ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. ബാത്റൂമിൽ കയറിയ ക്ലോക്ക് ഉണ്ട്. ബമ്പർ അടിക്കുമ്പോഴത്തേക്കിനും സമയം ശരിയാവും. വലിയൊരു ഫാമിലിയാണ്. അല്ല, സോറി, 24 പിള്ളേരെ, അതിന്റെ പിള്ളേര് തന്നെയുണ്ട്. ചെറിയൊരു കിൻഡർ ഗാർഡൻ. അതായത് ഈ ഒരു ജനറേഷനിൽ ഏറ്റവും ഇളയത് ഇവരാണ്. താടി മീശയുള്ള ഒരാളെ ഞങ്ങൾ മാമാന്ന്. പിന്നെ മെയിൻ ശ്രദ്ധ പോകുന്നത് ക്ലോക്കിലേക്ക്. പോകുമ്പോഴായിരിക്കും പോകുമ്പോഴായിരിക്കും ചിലപ്പോ ഇത് പെട്ടെന്ന് അടിക്കും, പെട്ടെന്ന് നമ്മള്. ഇനി അങ്ങനെ നിങ്ങളുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായിട്ടൊരു റൂമില്ല. ചേച്ചി അത് ആ സ്റ്റിക്കർ വർക്കൊക്കെ ചേച്ചി അത് അതേപടി അനിയന്മാര് വെച്ചിരുന്നല്ലോ. സാധാ എല്ലാരും പൊളിച്ചിളക്കാനൊക്കെ. അല്ല, അന്ന് ഞങ്ങൾ ചെറുതായിട്ടില്ല, പറ്റുന്നതെല്ലാം കൂടി വെച്ചിട്ടുണ്ട്. ഇവനെയും കെവിന്റെ ഒക്കെ കാണുമ്പോ ഭയങ്കര ന്യൂ ജനറേഷൻ പിള്ളേരാണെങ്കിലും അവരുടെ വീടെന്ന് പറയുന്നത് ഭയങ്കര. ഇവരാദ്യം തൊട്ടേ പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നതിന് ഒരൊറ്റ ഒരാളെ ഇതിന് പിന്നിലുള്ളൂ, ദൈവം. അപ്പനെന്നാണ് എന്നോട് പറയുന്നത്.